മുഴുവനും ഇവന്റെ ഭാവിയിലുള്ള അവന്റെ പേഴ്സണാലിറ്റിയെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇവിടെയാണ്. അല്ലെങ്കിൽ ഇതിന്റെ ചില സ്ഖലിതങ്ങളായിരിക്കും ഭാവിയിൽ രൂപപ്പെടാൻ സാധ്യതയുള്ളത്. സംഗതി എന്താ? നിങ്ങൾ ആരാണെന്നല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ബുദ്ധിമുട്ടിനെ എന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ, എന്റെ ആശങ്കകൾ തീർക്കാൻ ആരാണോ മുന്നോട്ട് വരുന്നത് അവരിലേക്ക് ചായുന്ന ഒരു മനഃശാസ്ത്രം വിദ്യാർത്ഥിനികൾക്കുണ്ട്. അത് നിറം നോക്കിയിട്ടല്ല, ആരുടെ മതം നോക്കിയിട്ടല്ല. ക്യാമ്പസ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിലേക്ക്, അവരിലേക്ക്, ഈ കോമൺ സമൂഹത്തിലേക്ക് ആശ്ചര്യപൂർവ്വം അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടെ, ക്യൂരിയോസിറ്റിയോടുകൂടെ, ആശങ്കയോട് നോക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതികൾ നേരത്തെ കുറെ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊരു ടാർഗറ്റ് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അത്തരം ഗ്രൂപ്പിനെ ഏത് രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത്. അതിന് ധാരാളം പാക്കേജുകളുണ്ട്. നമ്മൾ പറഞ്ഞ ആക്സസ് ഗൈഡൻസ് സെന്റർ സംഘടിപ്പിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളാവട്ടെ, പേഴ്സണാലിറ്റി ക്ലാസ്സുകളാവട്ടെ, ടീനേജ് ക്ലാസ്സുകളാവട്ടെ ഒക്കെ ക്യാമ്പസ് ഫണ്ടിന്റെ ലാബുകളിലേക്ക് കിട്ടുന്നു. അത് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ ഈയിടെ നമ്മൾ ഒരു കോളേജ് വിദ്യാർത്ഥികളെ കൂട്ടി രാജസാഹിബ് ക്ലാസ് കൊടുത്തപ്പോൾ അവർക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി. ഞങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു, മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു ക്യാമ്പസ് ഫണ്ടിന്റെ കെയർ ഓഫിലാകുമ്പോൾ അവർക്ക് കണക്ഷൻ തീർച്ചയായും ക്യാമ്പസ് ഫണ്ടിനോടായിരിക്കും. ഈ അർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കല്യാണപ്രായമെത്തി എന്നാൽ വീട്ടിലെ മറ്റ് അസ്വസ്ഥതകള്, പിതാവിന്റെ മദ്യപാനം തുടങ്ങിയ പല സംഗതികളാലും അസ്വസ്ഥമാകുന്ന ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ട്. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അസ്വസ്ഥമാകുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. കുറെ കാലം അധ്വാനിച്ച് എവിടെയും എത്താത്തതിന്റെ പേരിൽ ആത്മഹത്യ പോലും ചിന്തിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. ഇവരെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അത് ആത്മാർത്ഥമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയബന്ധിതമായി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഈ കുട്ടികളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്, ഈ രാജധാനി ഓഡിറ്റോറിയത്തിൽ നിന്നും നാളെ പ്രകടനവും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് പോകുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ പോകാൻ നമുക്ക് കഴിയേണ്ടത്. അഹ്ലൻ വസഹ്ലൻ تعليم القرآن أهلا وسهلا تفهيم الفرقان قد نزل القرآن أكمله الإسلام കൊണ്ട്